ഹായ്. 65 വർഷം പഴക്കമുള്ള നമ്മളുടെ ഇൻകം ടാക്സ് ആക്ട് 1961 മാറിയിട്ട് ഈ ഏപ്രിൽ 1 മുതൽ ഇൻകം ടാക്സ് ആക്ട് 2025 വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് ചേഞ്ചസ് ആണ് കേട്ടോ. അതായത് നൂറുകണക്കിന് മാറ്റങ്ങളാണ് വരാനായിട്ട്. നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് കണ്ടിരുന്ന ഇൻകം ടാക്സ് ആക്ട് ഒന്നുമല്ല. മാത്രമല്ല ഇപ്പോൾ ഡ്രാഫ്റ്റ് റൂൾസുകൾ ഇറങ്ങിയിട്ടുണ്ടായി. ഇൻകം ടാക്സ് ആക്ട് 2026 റൂൾസുകൾ ഇറങ്ങിയിട്ടുണ്ടായി. അപ്പോൾ അതിലും ഒരുപാട് മാറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരൊറ്റ ചേഞ്ച് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇൻകം ടാക്സ് ആക്ട് 1961 എക്സംഷൻ സാലറി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സംഷൻസ് പാർട്സ് ആക്ച്വലി അതുപോലെയൊന്നുമല്ല 2025 ആക്ടിൽ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല ആൾക്കാരും പറയും വളരെ സിംപ്ലിഫൈ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. പലപ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളുടെ പുതിയ ആക്ടിലേക്ക് വന്നപ്പോൾ പഴയ ആക്ടിലെ പോലെയൊന്നുമല്ല പല കാര്യങ്ങളും ഇവിടെ ഉള്ളത്. പുതുതായിട്ട് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടാണ് ചില കാര്യങ്ങൾ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപ് നമ്മളിങ്ങനെയൊക്കെയുള്ള ഒരു ചേഞ്ചസ് വരുമ്പോഴുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഇൻകം ടാക്സ് ആക്ട് വരുന്നു, പുതിയ ആക്ട് വരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ GST മാറി. ഇപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചേഞ്ചസ് വരുമ്പോൾ നേരത്തെ ഇത് അഡോപ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർ പ്രാക്ടീസിൽ പിടിച്ചു നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവർ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കും എന്നർത്ഥം. ഇതുപോലെ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ഇതൊക്കെ പിന്നെ പഠിക്കാം, ഇതൊക്കെ കുറച്ചാൾ കഴിഞ്ഞിട്ട് പഠിക്കാം. അതായത് ഏപ്രിൽ 2026 പുതിയ ആക്ട് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ ആക്ടൊക്കെ വന്നു കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് പഠിക്കാം എന്നൊക്കെ കരുതുന്ന ആളുകൾ പതുക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. GST വന്നപ്പോഴും നമ്മളിങ്ങനെ ഈ ഒരു സംഭവം കണ്ടതാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് നേരത്തെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് തരും. അപ്പോൾ അതിനായിട്ട് തന്നെ നമ്മൾ ഇൻകം ടാക്സ് ആക്ടിൻ്റെ ഒരു ലൈവ് സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കോഴ്സ് ഇൻകം ടാക്സ് ആക്ട് 2025 കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രം സെക്ഷൻ 1 തൊട്ട് 536 വരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ സെക്ഷൻസും നമ്മൾ കവർ ചെയ്യും. എന്തൊക്കെയാണ് പഴയ ആക്ടിൽ എങ്ങനെയായിരുന്നു, പുതിയത് എന്താണ് ചേഞ്ച് ആയിട്ട് വരുന്നത്, അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. എല്ലാ ബുധനാഴ്ചയുമാണ് നമ്മൾ ക്ലാസ്സസ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ വീക്ക്ലി സെഷൻസ് ആയിരിക്കും, ലൈവ് സെഷൻസ് ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു സെഷൻ വിട്ടുപോയാൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ്സ് ലൈഫ് ടൈം അതിൻ്റെ റെക്കോർഡ്സ് അവൈലബിൾ ആയിരിക്കും. എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് പലർക്കും അറിയാം, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് AI ഫോർ അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പുകൾ, സെമിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന, അതായത് ഇൻകം ടാക്സ് ആക്ട് 2025 കോഴ്സിന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും AI ഫോർ അക്കൗണ്ടൻസ് എന്നുള്ള ഫ്രം ബേസിക്സ് ടു അഡ്വാൻസ്ഡ് വരെയുള്ള എല്ലാ കോഴ്സസും, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കോഴ്സസും വർക്ക്ഷോപ്പുകളും എല്ലാം ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല കഴിഞ്ഞ ടാക്സ് സീസണിൽ നമ്മൾ ടാക്സ് ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഡിസ്കഷൻസിൻ്റെ ടാക്സ് ടോക്സിൻ്റെ റെക്കോർഡ്സും നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട്. ഇൻകം ടാക്സ് ആക്ട് 2025 കോഴ്സിൻ്റെ മെമ്പർഷിപ്പ് ഫീ വരുന്നത് 6000 റുപ്പീസ് ആണ്. എന്നാൽ ആദ്യം ജോയിൻ ചെയ്യുന്ന 500 മെമ്പേഴ്സിന് 2999 എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാം. ഇപ്പം ഇനി 500 ആവാനായിട്ട് വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഔട്ട്ഡേറ്റഡ് ആവാതിരിക്കാനായിട്ട് എപ്പോഴും എന്ത് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്. അപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇൻകം ടാക്സ് ആക്ട് 1961 ഈ റിട്ടയർമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ, സെക്ഷൻ 10 ഉണ്ടായിരുന്ന എക്സംഷൻസ്, അതായത് ഇപ്പോൾ ഗ്രാറ്റുവിറ്റി ആവട്ടെ, പ്രൊവിഡൻറ്റ് ഫണ്ട് ആവട്ടെ, ലീവ് എൻകാഷ്മെൻറ്റുകളാവട്ടെ, അല്ലെങ്കിൽ റിട്രെൻച്ച്മെൻറ്റ് കോമ്പൻസേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് 2025 വന്നപ്പോൾ മാറിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കാണാം, എങ്ങനെയാണ് ഈ ചേഞ്ച് വന്നിരിക്കുന്നത് എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ 1961 ആക്ടിലുണ്ടല്ലോ, അവിടെ സെക്ഷൻ 16 ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ ആകെ 3 ഡിഡക്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിരുന്നു, പിന്നെ പ്രൊഫഷണൽ ടാക്സ്, പിന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസസ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻ ആക്ട് ഒന്ന് എടുത്ത് നോക്കാം. 1961 ആക്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഡിഡക്ഷൻസ് ഫ്രം സാലറീസ് എന്ന് പറഞ്ഞ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, പിന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, ദെൻ പ്രൊഫഷണൽ ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ്. ഈ 3 ഐറ്റംസ് ആണ് ഡിഡക്ഷൻ എന്നുള്ളൊരു ഏരിയയിൽ ഉണ്ടായിരുന്നത് എന്നർത്ഥം. അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 17 പെർക്യൂസിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി എന്താണ് നമ്മളുടെ പുതിയ ആക്ടിൽ എന്ന് നോക്കാം. ഇൻകം ടാക്സ് ആക്ട് 2025 സെക്ഷൻ 19 ആണ് ഡിഡക്ഷൻസിനെ പറ്റി പറയുന്നത്. അപ്പോൾ സെക്ഷൻ 19 വന്നപ്പോൾ പ്രൊഫഷണൽ ടാക്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞൊരു സംഭവം എടുത്തു കളഞ്ഞു. മാത്രമല്ല നമ്മുടെ കഴിഞ്ഞ ആക്ടിൽ 1961 ആക്ടിൽ ഒരുപാട് എക്സംഷൻസ് ഉണ്ടായിരുന്നു. സെക്ഷൻ 10 പ്രകാരം ഗ്രാറ്റുവിറ്റി, കമ്മ്യൂട്ടഡ് പെൻഷൻ, റീട്രെൻച്ച്മെൻറ്റ് കോമ്പൻസേഷൻ, അല്ലെങ്കിൽ വളണ്ടറി റിട്ടയർമെൻറ്റ് ഉണ്ടായിരുന്നു, ലീവ് എൻകാഷ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ സെക്ഷൻ 10 അതായത് എക്സംഷൻ ആയിട്ടുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ എവിടേക്ക് വന്നു, ഇവിടെ സെക്ഷൻ 19 ഡിഡക്ഷൻസ് ആയിട്ട് വന്നു എന്നർത്ഥം. നമുക്കൊന്ന് നോക്കാം പുതിയ ആക്ടിലെ സെക്ഷൻ 19 എന്താണ് എന്നും നമുക്ക് നോക്കാം. ഇതാണ് സെക്ഷൻ 19. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്താണ്, നമ്മളുടെ ടാക്സ് ഓൺ എംപ്ലോയ്മെൻ്റ് ആണ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ, അതായത് ഗ്രാറ്റുവിറ്റി ആണ് വരുന്നത്. പിന്നെ
അതായത് ഇതൊക്കെ ഡിഡക്ഷൻ ആയിട്ടാണ് വരുന്നത് അർത്ഥം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ, അതെന്താണ്, അതൊക്കെ ഡിഡക്ഷൻ ആയിട്ടാണ് വരുന്നത് എന്നർത്ഥം. അതിൻ്റെ പല ഒരു കാറ്റഗറീസ് ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമ്പൻസേഷൻ, അതായത് ഒരു കോമ്പൻസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു റിട്ടയർമെൻറ്റ് കോമ്പൻസേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിട്ടാണ് വരുന്നത്, ഡിഡക്ഷൻ ആയിട്ടാണ് വരുന്നത് എന്നർത്ഥം. ഒരു വളണ്ടറി റിട്ടയർമെൻറ്റിൻ്റെ ടെർമിനേഷൻ്റെ ഇതൊക്കെ എന്തായിട്ടാണ് വരുന്നത്, അതൊക്കെ ഒരു ഡിഡക്ഷൻ ആയിട്ടാണ് വരുന്നത് എന്നർത്ഥം. അപ്പോൾ നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ആക്ട് ഉണ്ടല്ലോ 1961 ആക്ടിലെ സെക്ഷൻ 16 പ്ലസ് സെക്ഷൻ 10, സെക്ഷൻ 10 ഉണ്ടായിരുന്ന ഒരുപാട് ഐറ്റംസ്. അപ്പോൾ 16 ഉണ്ടായിരുന്ന 3 ഐറ്റം ഇന്ന് ഒരെണ്ണം എടുത്ത് കളഞ്ഞു, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എടുത്ത് കളഞ്ഞു. അതിനുശേഷം സെക്ഷൻ 10 ഇതുപോലെയുള്ള ഗ്രാറ്റുവിറ്റി, ലീവ് എൻകാഷ്മെൻറ്റ്, VRS, പെൻഷൻ കമ്മ്യൂട്ടേഷൻ, റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ, ഇങ്ങനെയുള്ള ഐറ്റംസ് കൂടി കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്, പുതിയ ആക്ടിലെ സെക്ഷൻ 19 വന്നിരിക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു മാറ്റർ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കറിയാം അപ്പോൾ 1961 ഇന്ന് 2025 വന്നപ്പോൾ പഴയതുപോലെയൊന്നുമല്ല പുതിയ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോവില്ല എന്നർത്ഥം. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 2025 നമുക്ക് ഒരുമിച്ച് അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താവില്ല, നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആവില്ല എന്നർത്ഥം. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് കോഴ്സിൽ നമുക്ക് ലൈവായിട്ട് കാണാം.